യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതെ, എന്താ ഡോക്ടർ, ആ മാഡത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഹേയ്, കുഴപ്പമൊന്നുമില്ല. വൈകിക്ക് കുട്ടിയൊന്ന് കാണണമെന്ന് പറഞ്ഞു. കേറുവാ. എവിടെ ആളെവിടെ ശ്രീ? ദേ വരുന്നുണ്ട്. മാഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് നന്ദിയുണ്ട്. ഏയ്, നന്ദിയൊന്നും പറയണ്ട മാഡം. എന്നെ രക്ഷിച്ച ആളിന്റെ ഈ മുഖം ഒന്ന് കാണാൻ പറ്റോ? മാസ്ക് ഒന്ന് മാറ്റോ? അർച്ചന, നീയായിരുന്നോ? ഇങ്ങനൊരു സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ആ സമയത്ത് അർച്ചന എങ്ങനെ അവിടെ എത്തി? ഈ കുട്ടിയെ വൈകി നേരത്തെ അറിയൂ? പിന്നില്ലേ, പേര് അർച്ചന എന്നാ. നമ്മുടെ കമ്പനിയിലാ ജോലി ചെയ്തിരുന്ന. ജോലി ചെയ്തിരുന്നു പറയുമ്പോ ഇപ്പൊ ഇല്ലേ? ഇപ്പൊ ഓർക്കുമ്പോ അന്നൊരു അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു. സുന്ദരി അർച്ചനയും തമ്മിലൊരു ഈഗോ ക്ലാഷ്. ഞാനത് സുന്ദരിയുടെ പക്ഷത്ത് നിന്നു. അർച്ചനയുടെ ജോലിയും പോയി. ഏയ്, അത് മാഡം മനഃപൂർവ്വം ചെയ്തതല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ മാഡം. ആ ശരി. അർച്ചന, ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് വിളിക്കണേ അർച്ചന. ഡിസ്ചാർജ് ആയെങ്കിൽ ഞാൻ മാഡത്തിന് വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ. എന്തു പറയുന്നു മാഡം? അർച്ചനയ്ക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ല. മാഡത്തിന്റെ കാറ് ഞാനല്ലേ ഇങ്ങോട്ട് ഓടിച്ചോണ്ട് വന്നത്. തിരിച്ച് മാഡത്തിന്റെ വീട്ടിലേക്ക് വന്ന എനിക്ക് എവിടെ നിന്ന് വേഗം പോയി എന്റെ സ്കൂട്ടർ എടുക്കാലോ. സംസാരിച്ചത് സമയം കളയണ്ട. ആന്റിയെ വിളിച്ച് പറയുന്ന വെച്ചാൽ വീണ്ടും ആന്റി ടെൻഷനാവും. വേഗം കൊണ്ട് പോവാൻ നോക്കും. എങ്കി വാ, ഇറങ്ങാം നമുക്ക്. എന്തായി? പറ്റുന്നിടത്തെല്ലാം നോക്കി, എങ്ങും കണ്ടില്ല. ഇനി എവിടെ പോയി നോക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല എനിക്ക്. അമ്പലത്തിലും റെസ്റ്റോറന്റിലും എല്ലാം നോക്കി, എവിടെ പോയെന്ന് ഒരു പിടിയില്ല എനിക്ക്. എല്ലാം നീ കാരണോ? നീ ഒരുത്തം കാരണോ? ആന്റിയെ പോലെ തന്നെ ടെൻഷനില്ല ഞാനും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടല്ലോ. ഈ അവസ്ഥയിൽ വൈകി എങ്ങോട്ട് പോയി അന്വേഷിക്കാതെ എന്റെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട.
വൈക മോളെ വൈക മോളെ എന്താ മോളെ നീ കാണിച്ച്? എവിടെ പോയതാ നീ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ എന്തുമാത്രം പേടിച്ചു എന്നറിയോ? എത്ര വിഷമിച്ചു എന്നറിയോ? ശ്രീ, എന്താ മോനെ ഉണ്ടായത്? അർച്ചന, നീ എങ്ങനെ ഇവരുടെ കൂടെ എത്തിയത്? ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ മോളെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറ. വൈക എന്താ വൈക ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? മാഡം, എന്താ ശ്രീ ഇത്? എന്തൊക്കെയാ നടക്കുന്നേ? അമ്മവാ, എന്തായാലും പേടിക്കാനൊന്നുമില്ല, എല്ലാം പറയാൻ ഞാൻ. ദൈവമേ, ഈ വൈക മാഡം ഇതെവിടെ ഇറങ്ങി പോയതായിരിക്കും? മാഡം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും മോളെ. കൃഷ്ണമ്മ, വൈദേഹിയമ്മ വിളിക്കുന്നു. അമ്മ, എന്തായി? പേടിക്കണ്ട സുന്ദരി, വൈക തിരികെ വന്നു. ചാമുണ്ടേശ്വരി, നീ കാത്തു. കൃഷ്ണമ്മ, വൈക മാഡം തിരിച്ചു വന്നൂന്ന്. ആ, മാഡം ഇത് എവിടെ പോയിരിക്കുവായിരുന്നമ്മ? അതൊന്നും പറഞ്ഞില്ല. ശ്രീയെ കൂട്ടിക്കൊണ്ടുവന്നേ. കൂടെ നമ്മുടെ ഓഫീസിലെ ആ പഴയ അർച്ചനയുണ്ടായിരുന്നു. ഈ അർച്ചന എങ്ങനെ മാഡത്തിന്റെ കൂടെ വന്നു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കാര്യം ചോദിച്ചിട്ട് ഒന്നും മിണ്ടാതെ വൈക അകത്തേക്ക് കയറിപ്പോയി. നീ ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പെട്ടെന്ന് കാര്യം വിളിച്ചു പറഞ്ഞത്. ശരി അമ്മ, ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് വരണ്ടല്ലോ. അമ്മ ചെന്ന് വൈക മാഡത്തിനോട് കാര്യം തിരക്ക്. ശരി സുന്ദരി. എന്തായാലും സമാധാനമായല്ലോ. കുഴപ്പമൊന്നുമില്ല, തിരികെ വന്നത് തന്നെ ഭാഗ്യം. ഇനിയിപ്പോ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവല്ലേ? വേറെങ്ങും പോവാനില്ലല്ലോ. ഏയ്, വീട്ടിലേക്ക് തന്നെ പോവാം, അത് മതി. ശരി. സാധാരണ നമ്മൾ തിരിച്ചു വരുമ്പോ ആരെങ്കിലും ഒക്കെ ഇവിടെ കാണുന്നതാണല്ലോ. ഇന്നിതെന്ത് പറ്റി? എല്ലാരും അടുക്കളയിലാവും. നീ വാ. എന്താ കൃഷ്ണമാമ? ഏയ്, ഒന്നുമില്ല. മോള് അതേക്ക് വെക്കും.